സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം വിഷമകരമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കിച്ചു എന്ന് പറയുന്ന, അതായത് കിച്ചു സുധി, രേണു സുധിയുടെ മകനായിട്ടുള്ള കൊല്ലം സുധി എന്ന് പറയുന്ന, രേണു സുധി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു അതുല്യനായ ഒരു കലാകാരന്റെ, നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോയ, ആ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ, അനുഗ്രഹീതനായ കലാകാരന്റെ മകനെ പറ്റിയാണ്. ആ മകൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ പറയുന്നത് അത്രയും എക്സ്പോസ് ചെയ്താണ് സംസാരിക്കുന്നത്. ആരെയാണ്? രേണു സുധിയെയും രേണു സുധിയുടെ കുടുംബത്തിനെയും പറ്റിയും ഒക്കെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ആ പയ്യൻ സംസാരിക്കുന്നത്. ആ പയ്യൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള, ആ പയ്യന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയിട്ടില്ലാത്ത മാതൃസ്നേഹം, പിതൃസ്നേഹം, ഇതിനെപ്പറ്റിയൊക്കെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്, ആ പയ്യൻ എടുത്തു പറയുന്നത്. അതായത് സുധി എന്ന് പറയുന്ന, കൊല്ലം സുധി എന്ന് പറയുന്ന തൻ്റെ അച്ഛന് ഒരുപാട് പരിപാടികളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പലപ്പോഴും തൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഞാൻ അറിയുന്ന അദ്ദേഹത്തിൻ്റെ പൈസയിൽ കൂടിയായിരുന്നു. അങ്ങനെ പലപ്പോഴും ഞാനും അദ്ദേഹം ഒരുപാട് തവണ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം പോവുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുകയോ, കമ്പ്യൂട്ടർ നോക്കി എപ്പോഴും ഇരുന്നിരുന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തതുകൊണ്ട് കമ്പ്യൂട്ടർ എടുത്ത് വെച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്കൊപ്പം പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പോകുമ്പോഴും അച്ഛൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങൾ അദ്ദേഹം, ആ ഒരു പയ്യൻ പറയുകയുണ്ടായി. അപ്പോൾ ആ പയ്യൻ എടുത്ത് പറയുന്നതിൽ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മളെ ഹോണ്ട് ചെയ്തത്, നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചത്. രേണുസുതി ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരുന്ന പ്രഹസനങ്ങളാണ് ആ പയ്യനവിടെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത്. ആ പയ്യൻ ഇടയ്ക്ക് ഇങ്ങനെ ഇവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ വീഡിയോ ഇടും. ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല റീച്ചും ഉണ്ടാവും. ഇതും ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് നല്ല റീച്ചുണ്ട്. ഇതിന് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റീച്ചിന് വേണ്ടി അങ്ങനെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പയ്യൻ സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ട് പലയിടത്തും. അവൻ്റെ അച്ഛനെ പറ്റി പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങുന്നുണ്ട്. അങ്ങനൊരു അവസ്ഥയിലാണ് അവൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ഒരു 30 മിനിറ്റോളം ലെങ്ത് ഉണ്ട്. അതിൽ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടതിന് ശേഷം നേരെ നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി. കണ്ടില്ലേ? അതായത് അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അച്ഛൻ്റെ പണമായിട്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അച്ഛൻ എനിക്ക് പണം തരുന്നു, ആ ഒരു സ്നേഹം മാത്രമേ അച്ഛന് പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. കാരണം അച്ഛൻ എന്തെങ്കിലും മിണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയുന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കണം അച്ഛൻ അവരെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ആരെയാണ്? രേണു സുധിയുടെ കുടുംബത്തിന്. നമുക്കറിയാം, ഈ കൊല്ലം സുധി മരണപ്പെട്ടതിന് ശേഷം കൊല്ലം സുധിക്ക് വീട് വെച്ച് നൽകിയ, ഫ്ലവേഴ്സും 24 ചാനലും ഒക്കെ വീട് വെച്ച് നൽകിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അച്ഛൻ സ്ഥലം നൽകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ അച്ഛനെ കുറ്റം പറയുന്നതും, വീട് വെച്ച് നൽകിയ അതിൻ്റെ ബിൽഡേഴ്സിനെ കുറ്റം പറയുന്നതും, എല്ലാ ആളുകളെയും 24 ന്യൂസിനെ ഫ്ലവേഴ്സ് ചാനലിനെ മാത്രം കുറ്റം പറയില്ല. കാരണം ചാനലുകൾ പരിപാടിക്ക് പോകണമല്ലോ. അങ്ങനെയുള്ള വീട് വെച്ച് നൽകിയ എല്ലാ ആളുകളെ പറ്റി അപരാധവും പറഞ്ഞ രേണു സുധിയെ അവരുടെ കുടുംബത്തിനെ നമ്മൾ കണ്ടതാണ്. നല്ല മനോഹരമായ ഒരു വീട് വെച്ച് നൽകി ഇവരെല്ലാം കൂടി ഇങ്ങനെ അട്ടിപ്പേറി ആ വീട്ടിലേക്ക് അട്ടിയടിക്കി കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് എല്ലാ എണ്ണം കൂടി ഇങ്ങനെ അട്ടിയടിക്കി കിടക്കുകയാണ്. ഒരുമാതിരി കോളനി നമുക്ക് പറയാൻ പറ്റില്ല, ഏതോ ഒരു സ്ഥലത്തെല്ലാം കൂടി ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് തിങ്ങിക്കൂടി കിടക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ. ഈ തേനീച്ച കൂട്ടിൽ ഇങ്ങനെ തേനീച്ച ഇരിക്കുന്ന ഒരു അവസ്ഥ. നല്ലൊരു വീട് വെച്ച് നൽകിയ ആ വീടിനെ പറ്റി പിന്നീട് കുറ്റം പറയുന്നു, വീട് വെച്ച് നൽകിയ സ്ഥലം നൽകിയ അച്ഛനെ പറ്റി കുറ്റം പറയുന്നു. എന്തൊക്കെ അപരാധങ്ങളായിരുന്നു പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പൊ ഈ മകൻ വന്നിട്ട് പറയുകയാണ്, അച്ഛൻ്റെ പണം മതിയായിരുന്നു, അച്ഛനെ ഇടം വലം തിരിയാൻ സമ്മതിക്കത്തില്ലായിരുന്നു, അച്ഛന് സമാധാനം ഇല്ലായിരുന്നു എന്ന് ആ മകൻ തന്നെ വന്ന് പറയുകയാണ്. ഇതിനു മുൻപും കിച്ചു എന്ന് പറയുന്ന പയ്യൻ പലതവണയായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ രേണുസുധി പോയി ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മകനാണ്, എൻ്റെ മൂത്ത മകനാണ്, എൻ്റെ ഇളയ മകനാണെന്നൊക്കെ പറയും, ഋതപ്പൻ എൻ്റെ ഇളയ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഈ പയ്യനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഈ പയ്യൻ ഒരു വാടക വീട്ടിലാണ് നിൽക്കുന്നതെന്നും അമ്മൂമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്നും ഒക്കെ നമ്മൾ പലപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിൽക്കാൻ സാധിക്കാതെ ഈ പയ്യന് വേണ്ടി വീട് വെച്ച് നൽകിയതാണ്. ഈ പയ്യൻ വിചാരിച്ചാൽ രേണുസുധി ആ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ഇറക്കി കളയാം. നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തതാണ്. നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ പരിപാടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പയ്യന് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവൻ അതൊന്നും ചെയ്യുന്നില്ല. അവന് വേണ്ടത് മാതൃസ്നേഹമാണ്. ആ മാതൃസ്നേഹം നൽകാനായിട്ട് രേണുസുധിക്ക് സാധിക്കുന്നുമില്ല. രേണുസുധി വലിയ സെലിബ്രിറ്റിയാണ്, ഞാൻ വലിയ മറ്റേതാണ്, ലാലേട്ടൻ്റെ ഒപ്പമൊക്കെ നിന്നാണ്, ബിഗ് ബോസിൽ പോയി മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എന്താണ് വീഡിയോ പറയുന്നത് കേട്ട് നോക്കാം. ഇതൊക്കെ പറയണോ? എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ല. ഇതൊക്കെ കുറെ ഇതൊക്കെ ഉണ്ടായി, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണോന്ന് അറിയത്തില്ല. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടി ഇരുത്തുന്ന അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം അങ്ങനെ ഞാൻ എന്താണ് അടുത്ത പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ
എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മമാർ സംസാരിക്കും. അതാണൊരു പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ഒരു ലൈഫ്, അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടുകാർ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരും ഇല്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അയാൾക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച്. കണ്ടില്ലേ, ആരും നോക്കാനില്ലാതെ ഞാൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി. ബാഡ് ഹാബിറ്റ്സ് ഒരുപാടുണ്ടായി. കൂട്ടുകൂടി ഞാൻ ഒരുപാട് വൃത്തികേടുകളൊക്കെ ചെയ്തു. ഇതെല്ലാം കാരണമായത് രേണുസുധിയുടെയും അവരുടെ വീട്ടുകാരുടെയും ഒക്കെ ഈ പറയുന്ന പെരുമാറ്റങ്ങളൊക്കെയാണ്. അച്ഛന് തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അച്ഛനെ തട്ടിയെടുത്തുകൊണ്ട് അച്ഛനെ ഒരുമാതിരി തടങ്കലിലാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന താൻ കണ്ടതെന്നാണ്. ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യൻ പറയുന്നത്. പെണ്ണൊരുമ്പെട്ടാലും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആ പെണ്ണൊരുമ്പെട്ടത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കേട്ട് നോക്കാം. എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ല. ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ. ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല, ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. അവിടെ തന്നെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം വെക്കോ ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊന്നും ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വിളിച്ചിട്ട് ഇനി അവൻ പറയാൻ പോകുന്നത് അവൻ്റെ അച്ഛനെ അവന് നഷ്ടമായ കാര്യങ്ങളെ പറ്റിയാണ്. അതായത് തൻ്റെ അച്ഛനുമായിട്ട് താൻ സംസാരിക്കുന്നതും തൻ്റെ അച്ഛൻ തന്നെ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു തൻ്റെ അമ്മയായിട്ടുള്ള രേണുസുധിക്ക്. അതൊന്നും സഹിക്കുന്നില്ലായിരുന്നു. എന്നെ ആർക്കും വേണ്ട, എൻ്റെ വിഷമം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ആ കൊല്ലത്തെ വീട്ടിലൊന്ന് വന്ന് നിന്നോട്ടെ. അപ്പോഴും അവർ പറഞ്ഞത് പറ്റില്ല എന്നാണ്. എന്നെ ആ വീട്ടിൽ പോലും കയറ്റില്ല എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തകളാണ്, അല്ലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ പയ്യൻ പറയുന്നത്. എത്രമാത്രം ട്രോമയാണല്ലേ ആ പയ്യൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു അമ്മയെന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അവൾ എന്തൊക്കെ മെഴുകലുകളായിരുന്നു. ഫോട്ടോ എടുത്ത് അടുത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ സുധിച്ചേട്ടാ പോയി എന്ന് പറഞ്ഞിട്ട് എന്തൊരു കരച്ചിലായിരുന്നു അല്ലേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു രേണു? നാണമുണ്ടോ നിനക്ക്? ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? അഴിഞ്ഞാടി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് കാണുമല്ലോ നിന്നേക്കാളും ഒരു പവിത്രതയും അന്തസ്സുമൊക്കെ. എനിക്കറിയാവുന്നവന്മാരും ഉണ്ട് ഇതുപോലെ അഴിഞ്ഞാടി നടക്കുന്ന കുറേ ആളുമാരുണ്ട്. ഏതെങ്കിലും ഒരു നായിൻ്റെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ആ പലതന്തയ്ക്ക് പറഞ്ഞവന്മാർ പറയുന്നതും വിശ്വസിച്ച് അവന്മാരുടെ കൂടെ കൂടിക്കൊണ്ട് തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ നിന്നിരുന്ന 10, 12, 15 വർഷമായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവന്മാരെ മൂഞ്ചിച്ചിട്ട് പോകുന്ന നായിൻ്റെ മക്കളെ എനിക്കും അറിയാം. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് ഈ രേണുസുധിയും. രേണുസുധി ഇപ്പം കാണിച്ചിരിക്കുന്നതും ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആരോടോ എന്തോ താല്പര്യം ഉള്ളതിൻ്റെ പേരിലോ ഈ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ പണം എങ്ങനെയെങ്കിലും പിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ പോരാട്ട നാടകങ്ങളാണ്. അതിൻ്റെ നേർക്കാഴ്ചകൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് കിച്ചു എന്ന് പറയുന്ന അവരുടെ മകൻ പുറത്തേക്ക് വിടുന്നത്. ബാക്കി കണ്ടു നോക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നു തുടങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട്, ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്ന് ഉറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി. ഒക്കെ എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്നു, നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ടന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത്
എറിഞ്ഞു. എന്തോ അനുവേട്ട പറയുന്നത്, അങ്ങനെ അനുവേണ്ടി ചോദിച്ചാൽ എന്തോ അനുവേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു. അച്ഛൻ നഷ്ടപ്പെട്ടു. അച്ഛനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നൊരു മകൻ, തൻ്റെ വിഷമങ്ങളെല്ലാം പറയാൻ സാധിക്കുന്ന ഒരാൾ, ആകെ ഉണ്ടായിരുന്ന ഒരാൾ തൻ്റെ അച്ഛനായിരുന്നുവെന്നും തൻ്റെ വീട്ടിൽ പോലും തനിക്കൊരു സ്വാതന്ത്ര്യമില്ലായിരുന്നുവെന്നും ആ ഒരു മകൻ തന്നെ പറയുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ്റെ ഒരു മരണവാർത്ത ആ ഫോണിൽ കൂടി അറിയേണ്ടി വന്ന സാഹചര്യങ്ങളെ പറ്റിയാണ് അവൻ വിലയിരുത്തുന്നത്. അതിനുശേഷം ഈ ഒരു തൻ്റെ ശരീരം മുഴുവനും വിറങ്ങലിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. അച്ഛനെ രക്ഷിക്കാനായില്ല എന്ന് അനൂപേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി, ഈ പറഞ്ഞ രേണു സുധി അടക്കമുള്ള ആളുകളെല്ലാം കൂടിയിട്ട് സുധിയുടെ ആ ഒരു ഭൗതിക ശരീരം, അല്ലെങ്കിൽ സുധിയുടെ ഒരു അപകടം നടന്ന സ്ഥലം, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് സുധിയെ കാണാനായിട്ട് അവസാനമായിട്ട് കാണാനായിട്ട് പോകുന്നു. ആ പോകുന്ന വഴിക്കുണ്ടായ കുറച്ച് സംഭവങ്ങൾ കൂടിയുണ്ട്. രേണു സുധിയെ പറ്റി എല്ലാവരും അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. രേണു സുധി ഇങ്ങനെ ചിരിച്ചും കളിച്ച് നടക്കുന്നു, ഫോട്ടോ എടുത്ത് കട്ടിലിനടിയിൽ ഒളിപ്പിച്ച് വെക്കുന്നു, ട്രോഫി എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു, പണത്തിന് വേണ്ടിയിട്ട് എന്തും കാണിച്ചു കൂട്ടുന്ന വൃത്തികെട്ടവളാണ്. ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. രേണു സുധിയുടെ ശരിക്കുള്ളൊരു മുഖം, അതായത് ഒരു മുഖം, ഇപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് ഈ സൈഡായിരിക്കും, എന്നാൽ ഇവിടെ ഒരു വശമുണ്ടെന്നുള്ളത് നമുക്ക് കാണുന്നത് ഇപ്പോഴാണ്. ഈ പറയുന്ന രണ്ട് വശങ്ങളും കാണിക്കാനായിട്ട് ആ പയ്യൻ എടുത്തു പറയുന്ന കാര്യമാണ് രേണു സുധിയുടെ തന്തയില്ലായ്മ. ആ തന്തയില്ലായ്മയാണ് ഇനി പറയാൻ പോകുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പോയി ഭയങ്കരമായിട്ട് എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല, അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നു പൊക്കൊണ്ട്. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കൊണ്ട് വെക്കുമ്പം ഇവർ നേരെ എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതും ആണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കൊണ്ട് നിൽക്കുന്നതിനടുത്ത് ഇവർ അടിച്ചു പൊളിയാണ് പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടുത്ത് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്ന വരാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന് ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂമിങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാനുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാനായിട്ട് അനുവേട്ടം വന്നിട്ടുണ്ടാ, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് കണ്ടില്ലേ, പള്ളിയിൽ കൊണ്ടുവന്നതിനെ പറ്റി പള്ളിക്കാർക്ക് താല്പര്യമില്ല. അവിടെ പോയി മരണവാർത്ത കാണാൻ, അല്ലെ മരിച്ചത് കാണാനായിട്ട് പോകുമ്പോൾ അടിച്ചു പൊളിച്ച് പോകുന്ന ഭാര്യയും, അതായത് രേണുസുധി അടക്കമുള്ള രേണുസുധിയുടെ കൂട്ടുകാരടക്കമുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടി ഇതൊരു പ്രാങ്ക് ആണെന്ന് താൻ വിചാരിച്ചു എന്നാണ് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യൻ പറയുന്നത്. തൻ്റെ സ്വന്തം അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലാണ് അവൾ കാണുന്നത്. എവിടെയോ കിടക്കുന്ന ഒരുത്തൻ മരിച്ചു കിടക്കുന്ന എന്നുള്ള രീതിയിലാണ് അവൾ കാണുന്നത്. അവൾ അവിടെ വരെ ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയത് എന്തുകൊണ്ടാണ്? ഇനി മാധ്യമങ്ങളൊക്കെ വരും, ഒരുപാട് വലിയ റിപ്പോർട്ടൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ സമയം കിട്ടത്തില്ല. എന്ത് ചെയ്താലും നമ്മുടെ നേരെ ക്യാമറ കണ്ണുകൾ വരുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല, എൻ്റെ രേണു ചേട്ടാ, എൻ്റെ സുധിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രേണു ചേട്ടാ അല്ല, സുധിച്ചേട്ടൻ, എൻ്റെ സുധിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർഡ് ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് നല്ല മൃഷ്ടാനം ഉണ്ടിട്ട് എല്ലാം കൂടി അങ്ങോട്ട് പോയി. ആ പാവം പിടിച്ച പയ്യന് ഒരു തുപ്പൽ പോലും വിഴുങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ഇരിക്കുകയാണ്. അവൻ ചത്തിരിക്കുകയാണ്. അവൻ്റെ അച്ഛൻ പോയതുകൊണ്ട് അവൻ ആകെ ചത്ത് തകർന്നിരിക്കുന്നൊരവസ്ഥയിൽ അമ്മയെന്ന് പറയപ്പെടുന്നവളായിട്ടുള്ള രേണുസുധി പോയിട്ട് നല്ല വെട്ടി വിഴുങ്ങിയിട്ടാണ് രേണു ഈ പറയുന്ന സുധിയുടെ ഭൗതിക ശരീരം കാണാനായിട്ട് പോകുന്നത്. അതൊക്കെ കണ്ടിറങ്ങി പള്ളിയിലേക്ക് ശരീരം കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി.
എന്നിട്ട് അടുത്തത് വരാൻ പോകുന്ന ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ആ ട്വിസ്റ്റിൽ പറയുന്നത് ഒരു ബില്ല് ഇവരങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇറക്കി. എന്ത് ബില്ലാണെന്നുള്ളത് കൂടി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരും എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവുക. ഇവരാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങിയേക്കുന്നത്. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് അനുപൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് കൊല്ലത്ത് കൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച് തിരിച്ച് വന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായില വർക്ക് ചെയ്യുന്ന ചേട്ടനും ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മകൻ പറയുന്ന അവൻ്റെ വേദനിപ്പിക്കുന്ന അവൻ്റെ ബാല്യം, അവൻ്റെ ഏറ്റവും വിഷമകരമായിട്ടുള്ള അവസ്ഥ, ഈ അവസ്ഥകളിലൊക്കെയാണ് രേണു സുധിയൊക്കെ വന്നിട്ട് മാധ്യമങ്ങളിൽ കിടന്ന് മെഴുകുന്നത്. ഇവൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, അഹോരാത്രം പണിയെടുക്കുന്ന കുറച്ച് PR-കൾ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നാണമാവില്ലടാ മക്കളെ. അവളൊരു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്, നിനക്ക് എന്ത് യോഗ്യതയാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രേണു സുധി പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ടു. അതായത് ഞാൻ ഇനി മരിക്കാൻ പോവുകയാണ്, എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് വരുന്നത്, ചുമ്മാ എടുത്ത് ഫോൺ എടുത്ത് നോക്കിയാൽ പോലും എന്നെപ്പറ്റി ഒരു അപരാധങ്ങളുമാണ് പറയുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ചോദിക്കുന്ന രേണു സുധി എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്, നീ എന്ത് ശരിയാണ് ചെയ്തിട്ടുള്ളത്? സ്വന്തം നാട്ടിലിറങ്ങി എന്തും ചെയ്തോട്ടെ, നാട്ടുകാരെ നമ്മൾ ബോധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, എല്ലാവരെയും എല്ലാം ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സ്വന്തം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സ്വന്തം വയറ്റിൽ നിന്ന് ജനിച്ചിട്ടുള്ള മകനെ നോക്കാൻ സാധിക്കാത്ത നീയാണ് ഈ നാട്ടിലിറങ്ങി കിടന്നുകൊണ്ട് വലിയ മെഴുകാൻ പോകുന്നത്. ഈ കിച്ചുവിൻ്റെ കാര്യം ഓക്കെ, കിച്ചു നിൻ്റെ വേറൊരു മകനായിരിക്കാം, നിനക്ക് സുധിയുടെ ആദ്യത്തെ വിവാഹത്തിലുള്ള കുഞ്ഞായിരിക്കാം. പക്ഷേ ഋതാപ്പൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അത് നിൻ്റെ വയറ്റിൽ തന്നെ ഉണ്ടായതാണ്, നിൻ്റെ ഉദരത്തിൽ പിറവിയെടുത്തൊരു കുഞ്ഞാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നീ ആ കുഞ്ഞിനെ പോലും മര്യാദയ്ക്ക് നോക്കാതെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടാണ്, ഈ രേണു വേറെ വിദേശത്തേക്ക് പരിപാടിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞ് അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുകയാണ്, ആ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നുണ്ട്, അമ്മ പോവാണെന്ന് പറഞ്ഞിട്ട്. ആ ചെറുക്കൻ മൈൻഡ് പോലും ചെയ്തില്ല, നീ എങ്ങോട്ടെങ്കിലും പൊടി പുല്ല എന്നുള്ള രീതിയിലാണ് ആ കുഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഇവരുടെ വീട്ടിലുള്ള പ്രഹസനം, അല്ല ഇവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇതൊക്കെ മാധ്യമങ്ങളുടെ മുൻപിലും ക്യാമറ കണ്ണുകളുടെ മുൻപിലും കാണിക്കുന്ന വെറും പോരാട്ട നാടകങ്ങളാണെന്നും പ്രഹസനങ്ങളാണെന്നും. ഇത്തരം രീതിയിൽ തന്നെയാണ് രേണു സുധി ഇത്രയും നാൾ, രേണു സുധി എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, രേണു ഇത്ര നാൾ മെഴുകിക്കൊണ്ടിരുന്നത്. വീട് വെക്കാൻ സ്ഥലം കൊടുത്ത പള്ളിയിലച്ചനെ പറ്റി അപരാധം പറയുക, വീട് വെക്കാനായിട്ട് പണം നൽകിയ ആളുകളെ പറ്റി അപരാധം പറയുക, പണിത് നൽകിയ ഫൗണ്ടറിനെ പറ്റി അല്ലെ ബിൽഡറിനെ പറ്റി അപരാധം പറയുക, ആ ബിൽഡറിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെ ആ ഒരു ബിൽഡേഴ്സിൻ്റെ ഓണറിനെ പറ്റി അപരാധം പറയുക. ഇതൊക്കെയായിരുന്നു രേണു സുധിയുടെ കുറച്ച് ലീലാവിലാസങ്ങൾ. ഇതെല്ലാം പറയുമ്പോൾ ഒരു പെണ്ണെന്നുള്ളൊരു പരിഗണന കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞു, അഴിഞ്ഞാടി നടക്കുന്നവളുമാർക്കും പറയാനും ചോദിക്കാനും ഒക്കെ ആളുകളുണ്ട്. ഈ ചോദിക്കാനും പറയാനും വരുന്ന ആളുകൾ എത്ര തന്തയ്ക്കുണ്ടായതാണെന്നും ഏതൊക്കെ തന്തയ്ക്കുണ്ടായതാണെന്നും ഒക്കെ നമുക്കറിയില്ല, അവന്മാർക്ക് പോലും അറിയില്ല. നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കൂടി നമ്മൾ കാണുമ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആ പാവം പിടിച്ച പയ്യൻ്റെ ഒരു ട്രോമ, അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവനെ കടത്തി വിടുന്ന സാഹചര്യങ്ങൾ, ഇനിയെങ്കിലും അവനെ വേട്ടയാടാതെ അവനെ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നോക്കി നടത്താനായിട്ട് സാധിക്കട്ടെ. രേണു സുധി എന്നുള്ള ഒരു പേരിനൊപ്പം രേണു അലങ്കാരമായിട്ട് കൊണ്ടു നടന്നിരുന്ന, അല്ലെങ്കിൽ രേണുവിൻ്റെ പേരിനൊപ്പം രേണു സുധി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അലങ്കാരമായിട്ട് കൊണ്ടു നടന്നിരുന്ന ആ ഒരു അലങ്കാരം എടുത്ത് കളയണം. അത് അവൾക്ക് അർഹിക്കുന്നതല്ല. നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും അവൾക്ക് അർഹിക്കുന്നില്ല. ആ പേരിനെ കൂടെ അനർഥമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൃത്തികെട്ടവളുമാർ ഒരിക്കലും ആ ഒരു പേര് ഉപയോഗിക്കരുതെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണം. കാരണം അയാൾ നല്ലൊരു കറ കളഞ്ഞൊരു കലാകാരനായിരുന്നു. ഇനി അയാളുടെ മരണത്തെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് അയാൾ മരിച്ചതെന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ തൻ്റെ മൂത്ത മകനോട് കൂടുതലായിട്ട് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടും മൂത്ത മകന് പണം നൽകുന്നത് കൊണ്ടുമൊക്കെയുള്ള വിമുഖത കൊണ്ട് ഇനി ഇവളുടെ വീട്ടുകാരും എല്ലാം കൂടി ചേർന്ന് കൊന്നതാണ് എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് പുതിയൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.